നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഈ സംവിധാനമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരായിരിക്കും നമ്മുടെ അതിഥിയായി വരാൻ പോകുന്നത്. ഒരു വ്യാഴവട്ടക്കാലമായി മലയാള സിനിമയ്ക്ക് ഒരുപാട് ഹിറ്റുകൾ പ്രദാനം ചെയ്ത മലയാളിയുടെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ ദീപക് ദേവ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ദീപക് ദേവ്, നല്ല സുന്ദരനായിരിക്കണല്ലോ ദീപക്. ഈ മുടിയൊക്കെ രഹസ്യമൊക്കെ എങ്ങനെയൊക്കെ വെക്കണം? മുടി രഹസ്യമൊന്നും ഇല്ല, തീരാതെ വെറുതെ വിടും. ഇല്ല, എന്തെങ്കിലും മുടിയുടെ മുകളില് ശ്രദ്ധ വെച്ചാൽ അന്ന് മുടി കൊളാവും. അതുകൊണ്ട് അത് തുടക്കം തൊട്ടേ മുടി. ബൈബിളിലൊക്കെ സംസം എന്നുള്ള കഥാപാത്രത്തിന്റെ ശക്തി മുടിയിലാന്ന് പറഞ്ഞല്ലോ. ദീപകിനെ കാണുമ്പോൾ ദീപകിന്റെ ആ മുടിയുടെ ഒരു എന്താ പറയണ്ടേ, മുടിയാണ് ആദ്യം ഓർത്തിരിക്കുക. പക്ഷെ വളരെ ഭംഗിയായിരിക്കും. താങ്ക് യു. എത്ര പേര് ഈ മുടിയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടാവും? മുടിയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും മുടി വെച്ച് പറഞ്ഞിട്ടുണ്ട്. ആളെ ആകർഷിക്കാനുള്ള ഒരു നല്ലൊരു ഉപാധിയാണ് ഈ മുടി. വലിച്ചാൽ ഇവിടെ വരെ വരുമോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അധികം നീളമില്ല. ഇപ്പൊ ഈ മുടി ആക്ച്വലി ആദ്യം എനിക്ക് എന്റെ മുടി സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിലോ എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു മുടി ഉള്ളത് കൊണ്ട് പ്രായം വെക്കുമ്പം കഷണ്ടി വരികയാണെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കാൻ ഈ മുടിയായിരിക്കും ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്തുന്നത്. ദീപകിന്റെ ഒരു ജീവിതരേഖയിലൂടെ കടന്നു പോകുമ്പോൾ ആകസ്മികമായിട്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. കാരണം സംഗീതവുമായിട്ട് താങ്കളുടെ ബന്ധം വളരെ സുദൃഢമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ പോപ്പുലർ സിനിമാ സംഗീതത്തിന്റെ ഒരു ധാരയിലേക്കുള്ള ദീപകിന്റെ കടന്നു വരുന്നത് എവിടെയൊക്കെയോ ചില അപകടത്തിലൂടെ വന്നിങ്ങനെ പെടുകയാണ്. വളരെ ശരിയാണ്. ഒന്നും എൻ്റെ കാര്യത്തിൽ പ്ലാൻഡ് അല്ല. തുടക്കകാലം തൊട്ടേ ആദ്യം ഭയങ്കര പ്ലാനിങ് ശ്രമിച്ചു. ഒരു ഫ്രണ്ടിനെ ദുബായിൽ വെച്ച് ഡാഡി കാണുകയാണ്. നൂറുദ്ദീൻ അങ്കിൾ എന്ത് ചെയ്യുന്നത്? നൂറുദ്ദീൻ അങ്കിൾ മ്യൂസീഷ്യനാണ്. അദ്ദേഹം ഒരു മ്യൂസിക് സ്കൂൾ തുടങ്ങി. അപ്പൊ നൂറുദ്ദീൻ അങ്കിളിന്റെ മ്യൂസിക് സ്കൂൾ എന്ന് പറയുമ്പോൾ ഡാഡി ഒരു സഹായം എന്നുള്ള രീതിയിൽ എന്നെ അങ്ങ് പിടിച്ച് അവിടെ കൊടുക്കുകയാണ്. എന്നാൽ ഇവൻ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുക, ഒരു സ്റ്റുഡൻറ്റും ആയല്ലോ. അല്ലാതെ എൻ്റെ അകത്തുള്ളൊരു വാസന അന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു. വരട്ടെ. ആദ്യമായി അവനെ മ്യൂസിക് പഠിപ്പിച്ചത് ഞാനാണ്. കീബോർഡ് പഠിപ്പിക്കാൻ വേണ്ടി അവൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞ് അതിനായിട്ടില്ല. കാരണം ഇപ്പം 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് ശരിക്ക് കീബോർഡ് പ്ലേ ചെയ്യാണ്ടൊരു പ്രായമായിട്ടില്ല. നമുക്ക് തൽക്കാലം ഇവരെ വേറെ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് ഇവരെ എല്ലാ ഇൻസ്ട്രുമെൻറ്റും അവന് കയറി കളിക്കും. അപ്പോൾ നോക്കുമ്പോൾ തൽക്കാലമുള്ള പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടുന്നതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞ് നമുക്ക് പിന്നെ കുറച്ച് കുട്ടികളുടെ കൂട്ടത്തിൽ പാട്ട് പാടാൻ വിടാം. അങ്ങനെ അവനെ കൊണ്ട് ഫസ്റ്റ് ഞാൻ പാടിച്ചത് ഒരു പാകിസ്ഥാനി പെൺകുട്ടിൻ്റെ കൂടെ ലക്കിടിക്കി കാട്ടി എന്ന് പറഞ്ഞ പാട്ട്. സ്വാമിനാഥ് പഠിപ്പിക്കുമ്പോൾ പ്രോബ്ലം വന്ന അവന് പല്ലിൻ്റെ ഇടയ്ക്ക് ഒരു വിടവുണ്ടായപ്പോൾ സ്വാമിനാഥ് എന്ന പാടുള്ളൂ. അങ്ങനെ ഒരു തൽക്കാലം അത് നിർത്തിവെച്ചു. അപ്പൊ സ്വാമിനാഥൻ പാടാൻ പറ്റില്ല. എനിക്ക് പണ്ട് സാ പറയുമ്പം ഈ സാ എന്ന് പറയുന്ന ഒരു സംഭവം, പിന്നെ ഞാൻ തന്നെ അത് ശരിയാക്കി കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് മാറ്റിയെടുത്തതാണ്. ഇപ്പൊ തന്നെ ചെയ്യണമെന്നില്ല. പോയി കമ്പോസ് ചെയ്ത് നിങ്ങൾ ഈ ട്യൂണ് നിങ്ങൾ പ്രോഗ്രാം ചെയ്യും. എന്നിട്ട് നിങ്ങളൊരു നല്ലൊരു പാക്കേജ് ആണെന്ന് നമുക്കും കൂടി ഒന്ന് തോന്നട്ടെ എന്നോ. അങ്ങനെ ചെന്ന് ഈ ട്യൂൺ ഞാൻ വീട്ടിലിരുന്ന് 2 ദിവസം എടുത്ത് കമ്പോസ് ചെയ്തു. തിരിച്ചു വന്നു, അച്ഛനെ ഞാൻ കേൾപ്പിച്ചു. അച്ഛൻ ഇത് ഞാൻ അഡ്മിഷൻ ശരിയായിട്ടില്ല. ഇല്ല, അഡ്മിഷൻ ഒന്നും ശരിയായിട്ടേ ഇല്ല. ഇതൊക്കെ ടെസ്റ്റ് ആണ്. പക്ഷേ കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ഇതുപോലൊരു അഗ്നിപരീക്ഷയുടെ എന്നിട്ട് ഞാൻ ഇങ്ങനെ പോയി കമ്പോസ് ചെയ്ത് അച്ഛനെ ട്യൂൺ കേൾപ്പിച്ചപ്പം അച്ഛന് ട്യൂൺ കേട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ എന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു 4 പ്രാവശ്യമെങ്കിലും ഇതൊക്കെ എടുത്തിട്ട് കോളേജിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യലും പല ദിവസം പല റൗണ്ടുകളായിരുന്നു. പല അച്ഛന്മാരെ ഇരുന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛൻ പറഞ്ഞു ശരി നോക്കാം. അഡ്മിഷന്റെ അന്ന് മാനേജ്മെന്റ് കോട്ടയിൽ വിളിക്കുന്ന ദിവസമുണ്ട്, അന്ന് വാന്ന് പറഞ്ഞു. വച്ച നാളുതൽക്കു നീ എൻ്റെ സ്വന്തമായി ആശ കൊണ്ട് കൂട്ടി നാം ഇഷ്ടം കൂടും എന്നും പിച്ച വച്ച നാളുതൽക്കു മൗനം പോലെ മെല്ലെ സ്നേഹം കൈമാറുന്നു. മഞ്ഞിൽ തൂവൽ തുമ്പിൽ സൂര്യൻ ചിന്നിമായുന്നു.
എത്ര ജന്മങ്ങളിൽ എത്ര സ്വപ്നങ്ങളിൽ എത്ര നാളായി കൊതിച്ചു ഞാൻ ഈ നിമിഷം. സയ്യാവേ 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 സയ്യാവേ. കണ്ണും കണ്ണും നെഞ്ചിൽ സ്വപ്നം കൂടൊരുക്കുന്നു, മൗനം പോലും മെല്ലെ സ്നേഹം കൈമാറുന്നു. എത്ര ജന്മങ്ങളിൽ എത്ര സ്വപ്നങ്ങളിൽ എത്ര നാളായി കൊതിച്ചു ഞാൻ ഈ നിമിഷം. സയ്യാവേ 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 സയ്യാവേ